പ്രിയ സജ്ജനങ്ങളെ, ഏവർക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഭഗവത്ഗീത തന്നെ. ഞാൻ ഡോക്ടർ മധു നായർ, ആധ്യാത്മിക മനഃശാസ്ത്രം അഥവാ സ്പിരിച്വൽ സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭാരതീയ മനഃശാസ്ത്രത്തിൻ്റെ പ്രാധാന്യവും പാശ്ചാത്യ മനഃശാസ്ത്രവും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭാരതീയ മനഃശാസ്ത്രത്തെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ആ മനഃശാസ്ത്രം പറയുന്നത്, ഭാരതീയ മനഃശാസ്ത്രം പറയുന്നത് എത്രത്തോളം സത്യമാണ്, അത് എത്രത്തോളം വിശ്വസനീയമാണ്, ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും, നമ്മുടെ എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്കുള്ള സർവനാശത്തിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ മനസ്സ്, ബുദ്ധി, ആത്മാവ്, ശരീരം ഇതെല്ലാം തന്നെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, അത് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളുടെ ചിന്ത ഉണ്ടാകേണ്ടത്, എന്തെല്ലാം ചിന്തകൾ ഏതെല്ലാം തരത്തിലുള്ള ഗുണവും ദോഷവും ഉണ്ടാക്കും, നമ്മുടെ പിടിവാശി, അതുപോലെ തന്നെ നമ്മുടെ ചില ധാർഷ്ട്യം, ദേഷ്യം, ഈ ദേഷ്യം, ക്രോധം, ചൊടി എന്നൊക്കെ പറയും, പല ഭാഷയിലാണ് പല ദേശത്ത് അറിയപ്പെടുന്നത്. ഇതെല്ലാം ഈ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾ, അസൂയ, ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ, അനാവശ്യമായ സംസാരങ്ങൾ, അത്യാഗ്രഹം, അനാവശ്യമായുള്ള ഭ്രമം, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ചിന്തകൾ ജീവിതത്തിൽ സർവനാശമുണ്ടാക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 62-63 ശ്ലോകങ്ങൾ. ഇതൊരു മനഃശാസ്ത്രം തന്നെയാണ്. ശ്രദ്ധയോടുകൂടി നിങ്ങളത് മനസ്സിലാക്കുക. ധ്യായതോ വിഷയാൻ പുംസഃ സംഗത്തേഷുപജായതേ സംഗാത് സംജായതേ കാമ കാമാത് ക്രോധ അഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ധ്യായതോ വിഷയാൻ പുംസഃ ധ്യായതോ വിഷയാൻ പുംസഃ സംഗത്തേഷു ഉപജായതേ സംഗത്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമ കാമാത് ക്രോധ അഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വിഷയാൻ, എന്താ വിഷയം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ, ഓരോരോ കാര്യങ്ങളെ, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ധ്യായതേ പുംസ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പലതിനോടും നമുക്ക് ആഗ്രഹം ഉണ്ടാകും. നമുക്കത് വേണം, അത് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ ധ്യായതേ പുംസക, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമുക്കത് എന്തുണ്ടാവും? തേഷു സംഘ ഉപജായതേ, തേഷു അവയിൽ പ്രീതി ഉണ്ടാകുന്നു, അത് വേണമെന്ന് തോന്നും. തേഷു സംഘ ഉപജായതേ, അപ്പൊ സംഘാത് കാമ, അപ്പൊ അങ്ങനെയുള്ള പ്രീതി വന്നു കഴിയുമ്പോൾ എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റൂ, എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്കത് വേണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിച്ചേ പറ്റൂ എന്നൊക്കെ അങ്ങോട്ട് തീരുമാനിച്ച കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, എന്ത് സംഭവിക്കും? ഓരോ കാര്യം എടുത്ത് നോക്കിക്കോളൂ. എനിക്കത് കിട്ടിയേ പറ്റൂ, വഴി പ്രശ്നമായാലും വസ്തു പ്രശ്നമായാലും എവിടെയും
വേണം എനിക്ക് അവിടെ അങ്ങനെയുള്ള മാനസികാവസ്ഥയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതെന്തേ മനഃശാസ്ത്രമല്ലേ? അപ്പോ അങ്ങനെയുള്ള, അതായത് സംഗത് കാമ സംജായതേ, പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു, ആഗ്രഹം ഉണ്ടാകുന്നു. ഈ ആഗ്രഹം ക്രോധ അഭിജായതേ, ഈ ആഗ്രഹം എന്ത് സംഭവിക്കുന്നു? ഇത് ദേഷ്യം ഉണ്ടാക്കുന്നു. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ തന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാകും, എനിക്ക് വെറുപ്പുണ്ടാകും. എന്താ ഈ വെറുപ്പ്? അപ്പൊ എന്ത്? ക്രോധാ സമ്മോഹ ഭവതി. അപ്പൊ ക്രോധം മൂലം നമ്മുടെ എന്താണ് മനോനിയന്ത്രണം വിടും. അച്ഛനെന്നോ അമ്മയെന്നോ ആരെന്നോ ഒന്നും ചിന്തിക്കില്ല, വായി വരുന്ന എല്ലാം വിളിച്ചു പറയും. ക്രോധം മൂലം ബുദ്ധിഭ്രംശം, നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ വീണ്ടും വിചാരം ഇല്ലാതായിത്തീരും. അപ്പൊ എന്താ സംഭവിക്കുക? സമ്മോഹാത് സ്മൃതി വിഭ്രമഃ. അങ്ങനെ ബുദ്ധിനാശം ഉണ്ടാകുമ്പോൾ ഓർമ്മ തന്നെ നഷ്ടപ്പെടും. ഇത് നിൽക്കുന്ന എന്താ പറയുന്നത് വെച്ചാല് പരിസരബോധം വിടും. ആ സമയത്ത് അച്ഛനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ എന്നുള്ള ആ ചിന്ത അവിടെ വരത്തില്ല. അതിനൊക്കെ പരിസരബോധം വിട്ട് നീ ആരോടാ സംസാരിക്കുന്നത്, നീ എന്താ സംസാരിക്കുന്നത്, നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ അത് മനഃപൂർവ്വമല്ല. ആ ബുദ്ധി ഇത് ഇന്നയാളാണ്, ഇത് ഇന്നത് പറയാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നൊക്കെ നമ്മളുള്ള വീണ്ടും വിചാരം അവിടെ നശിച്ചു പോകും, നാശം സംഭവിക്കും. അപ്പൊ എന്തുണ്ടാവും? ഓർമ്മയില്ലാതാവും. അപ്പൊ ഓർമ്മയില്ലാതായി കഴിഞ്ഞാൽ എന്താവും? ബുദ്ധിനാശം സംഭവിക്കും, വിവേകശക്തി നശിക്കും. അപ്പം ബുദ്ധിനാശം സംഭവിച്ചാൽ എന്ത് ചെയ്യും? എന്താ കാരണം? ജീവിതം പ്രണശ്യതി, ജീവിതം നാശമടയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ലോകത്ത് സർവനാശത്തിന് കാരണം എന്താണ്? അതുകൊണ്ടല്ലേ ബുദ്ധ ഭഗവാൻ പറഞ്ഞത് ഡിസയർ ഈസ് ദ റൂട്ട് കേസ് ഓഫ് സഫറിങ് എന്ന്. നമ്മുടെ എല്ലാ സഫറിങ് റൂട്ട് ഡിസയർ, ആഗ്രഹമാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും അടിസ്ഥാനം. അപ്പോൾ ഇത് വ്യക്തമായ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുകയും അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് മനസ്സിന് നല്ല നിയന്ത്രണം വരും. ഏത് അമിതമായ ആഗ്രഹം ഉണ്ടാവില്ല. ഒന്ന് വിട്ടുകൊടുക്കുവാനുള്ള, ക്ഷമിക്കുവാനുള്ള കഴിവ്. എന്തിനോട് വേണ്ട, നീ വിട്ടേക്ക്. അപ്പോൾ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. ക്ഷമിക്കാനുള്ള ശക്തിയാണ് നമ്മുടെ മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എനിക്ക് ശക്തിയുണ്ട്, അത് ആരോഗ്യത്തിന് ശക്തിയല്ല. നമുക്ക് ഏതൊന്നിനെയും ക്ഷമയോടുകൂടി കാണുവാൻ, ഒരാൾ എന്ത് പറയുമ്പോൾ തിരിച്ച് അതിന് അതേപടി മറുപടി കൊടുത്ത് അത് പ്രശ്നത്തെ വഷളാക്കാനല്ല ശ്രമിക്കേണ്ടത്. നമ്മുടെ പല ഗ്രൂപ്പുകളിലും ആലോചിച്ച് നോക്കി, ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയും, ചിലപ്പോൾ ആ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും, ഉടനെ അതിന് മറുപടി പറയും. അപ്പോൾ നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മുടെ സംസ്കാരം വിട്ട് സംസാരിക്കേണ്ടി വരും. കാരണം ദേഷ്യം കയറി, ഈഗോ പ്രശ്നം ഉണ്ടാക്കി. നീൻ്റെ എവിടെയും പോടാതൊക്കെ പറയത്തില്ലേ നമ്മൾ? അപ്പോൾ അവിടെ നിന്ന് ആലോചിച്ച് നോക്കി, നന്നായിട്ട് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് മനസ്സിനെയൊക്കെ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞാൽ ഏത് സാഹചര്യം വന്നാലും അവിടെ എന്ത് സംഭവിക്കില്ല? എത്ര കൊടുങ്കാറ്റ് വന്നാലും എത്ര ക്ഷോഭം ഉണ്ടായാലും അതിനെയൊക്കെ നമുക്ക് നേരിടുവാനുള്ള അതിശക്തമായ യുദ്ധം, ആ യുദ്ധം ജയിക്കാനുള്ള ആയുധമാണ് നമുക്ക് ക്ഷമ. അപ്പൊ ക്ഷമയുള്ളിടത്ത് ക്രോധം ഉണ്ടാവുകയില്ല. അപ്പൊ ക്രോധം വന്നു കഴിയുന്നു. അപ്പൊ 3 കാര്യങ്ങളാണ്, അതായത് ആഗ്രഹം, ക്ഷമ, ക്രോധം. ഈ 3 എന്തൊക്കെ ജീവിതത്തിൽ സംഭവിക്കും, അത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഭഗവാൻ ഈ 2-ാം അധ്യായത്തിലെ ഈ ശ്ലോകങ്ങൾ പറയാണ്. 62-ഉം 63-ഉം. നിങ്ങളിത് എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഈ ഭഗവത്ഗീത മുഴുക്ക പഠിച്ചില്ലെങ്കിൽ പോലും ഈ ശ്ലോകം നന്നായിട്ട് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ഏത് നിമിഷവും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുഖകരമായിരിക്കും, സന്തോഷപ്രദമായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെപ്പോഴും ജാഗരൂകരായിരിക്കണം, ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം, നന്നായിട്ട് സാധകം ചെയ്യണം. എത്ര കാലം നമ്മൾ പലപ്പോഴും ദേഷ്യം കാരണം നമ്മൾ ആഹാരമൊക്കെ വെച്ചിട്ട് ചില ദേഷ്യം കാരണം ആഹാരമെല്ലാം വലിച്ചെറിയും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നശിപ്പിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച പല കാര്യങ്ങളും പല സാധനങ്ങളും വീട്ടിലെ സാധനങ്ങൾ ഒക്കെ തന്നെ ദേഷ്യം വരുമ്പോൾ വലിച്ചെറിയും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതം പോലും നമ്മൾ നശിപ്പിക്കേണ്ടി വരുന്നു. പല കൊലപാതകങ്ങൾ നടക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ആ വിട്ടുകൊടുക്കുവാനുള്ള മനോഭാവമില്ലായ്മ, അത് ക്ഷമിക്കുവാനുള്ള മനോഭാവമില്ലായ്മ. ഇത് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ
ചില സാഹചര്യങ്ങളിലൊക്കെ ഈ ജയിലുകളിൽ പോയിട്ട് ചില സംസാരിക്കേണ്ട ഒരു അവസരങ്ങൾ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവരോട് നമ്മൾ സംസാരിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ സങ്കടത്തോടെ പറയുന്നു, സാർ ആ ഒരു നിമിഷം എൻ്റെ മനസ്സ് ഒന്ന് മാറിയിരുന്നെങ്കിൽ, ഞാനിത് പറയാതിരുന്നെങ്കിൽ, ഞാനിത് ചെയ്യാതിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ തരത്തിലുള്ള അനുഭവം ഉണ്ടാവില്ല എന്ന്. അതാ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ പോലും ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടാൽ പലപ്പോഴും നമ്മുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സഹോദരി സഹോദര ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ ഉണ്ടാകുന്ന ഓരോ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനം ഒന്നുകിൽ ദേഷ്യമായിരിക്കാം, മറ്റൊന്ന് അല്ലെങ്കിൽ അതൊരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമയില്ലായ്മയായിരിക്കാം. ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ശത്രുക്കളെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ, വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഈ 3 കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾ നാശത്തിൻ്റെ ആ ഗർത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസക സംഘാതേഷു വജായതേ എന്ന്. അഭിരുചി വർദ്ധിക്കുമ്പോൾ അത് സ്വന്തമാക്കാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാകും. അതിന് സംഘാ സംജായതേ കാമ, അങ്ങനെയുള്ള ആഗ്രഹ നിവർത്തിക്ക് വിഘ്നം നേടുമ്പോൾ, ഞാൻ ആഗ്രഹിച്ചത് നീ എനിക്ക് തന്നില്ല. കുട്ടികൾ തങ്ങളുടെ വഴക്കെന്താണ്? ഒരു വീടുകളിൽ മക്കൾ തങ്ങളുടെ വഴക്കെന്താണ്? എനിക്കത് വേണം. ഒരു കാര്യം തന്നെ 2 പേരും ആവശ്യപ്പെടും. എനിക്ക് വേണം, എനിക്ക് ആ സീറ്റ് വേണം, എനിക്ക് ആ ബുക്ക് വേണം, എനിക്ക് ആഹാരം വേണം, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം. ഇതല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പൊ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അവിടുന്ന് കാമാത് ക്രോധ അഭിജായതേ, ആ ആഗ്രഹത്തിൽ നിന്നാണ് ക്രോധം ഉണ്ടാകുന്നത്. ക്രോധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ക്രോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിക്ക് ഭ്രംശം സംഭവിക്കും. അപ്പൊ ചെയ്യേണ്ടത് ഏതാണ്, ചെയ്യാതിരുത്തത് ഏതാണ് എന്ന് വേർതിരിച്ചറിയുവാനുള്ള ആ ഓർമ്മശക്തി നശിക്കും. ക്രോധാത് ഭവതി സമ്മോഹ. അപ്പൊ ക്രോധം വന്നു കഴിഞ്ഞാൽ ഗുരുജനങ്ങളോടും, അല്ലെങ്കിൽ ഗുരുജനങ്ങളാണെന്നോ, അല്ലെങ്കിൽ ഇത് ഇന്ന ആളാണെന്നോ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലെന്നോ എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ഇത് സഹോദരനാണെന്നുള്ള ചിന്ത പോകും, സഹോദരിയാണെന്നുള്ള ചിന്ത പോകും, സുഹൃത്താണെന്നുള്ള ചിന്ത പോകും. അങ്ങനെ ഞാൻ ആരോടാ സംസാരിക്കുന്നത് എന്നുള്ള ആ ചിന്ത, ആ ബോധം അറ്റുപോകുമെന്നാണ് സ്മൃതി വിഭ്രമഃ. സ്വബോധമില്ലാതെ വരും. അതാണ് സ്മൃതി വിപ്രഭ എന്ന് പറയുന്നത്. അപ്പോഴെന്ത് സംഭവിക്കും? വിവേകം നഷ്ടപ്പെടും, ബുദ്ധിനാശം സംഭവിക്കും, അയാൾ മൃഗതുല്യനായി മാറും. അപ്പൊ മനുഷ്യത്വഹീനമായി പെരുമാറുവാൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ക്രോധവും ഈ പറയുന്ന ആഗ്രഹങ്ങളും ഈ ക്ഷമയില്ലായ്മയുമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഇതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഇതിനുള്ള മരുന്നെന്താണ്? ഏകമാർഗം ധ്യാനം. അതായത് ധ്യാനം വന്നു കഴിഞ്ഞാൽ അമിതമായ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾ ജനിക്കുകയില്ല. മാത്രവുമല്ല, നമുക്ക് ഏതൊരാളോടും സ്നേഹം മാത്രമേ തോന്നുകയുള്ളൂ. ഒന്നിനോട് തരത്തിലുള്ള പിടിവാശി ഉണ്ടാകൂല. അപ്പൊ സർവ്വ അനർത്ഥങ്ങൾക്കും സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? നമ്മുടെ രാവിലെ എണീച്ച് ധ്യാനം ചെയ്യാത്തത് കൊണ്ടാണ്. അത് അറിവില്ലായ്മയാണ്. അപ്പോ എത്ര പറഞ്ഞാലും തീരുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമാണെന്ന് പറയുന്നത്? ഇത്തരത്തിൽ എവിടെയാണ് നമുക്കൊരു അറിവ് ഉള്ളത്? ഇതൊരു മനഃശാസ്ത്ര ഗ്രന്ഥമാണെന്ന് പറയാൻ കാര്യം, എന്താണ് മനസ്സെന്ന് പറയുന്നുണ്ട്, എന്താണ് ശരീരമെന്ന് പറയുന്നുണ്ട്, എന്താണ് ബുദ്ധി എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് ശരീരത്തെ നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം മനസ്സിനെ നിയന്ത്രിക്കുകയും ക്ഷമ വേണം. എന്താണ് വേറെ വ്യക്തമായി പറയുന്നുണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ. മറ്റൊരു ശ്ലോകം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുതരാം. അതായത് വാസാംസി ജീർണാനി യഥാ വിഘായ നവാനി ഗൃണാതി നരോപരാണി തദാ ശരീരാണി വിഘായ ജീർണാനി അന്യാനി സംയാനി നവാനി ദേഹി. വാസാംസി എന്താണ്? വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുതിയ വസ്ത്രമെടുത്ത് അണിയുന്നത് പോലെയാണ് ഈ ശരീരം, ഈ നശിക്കുന്ന ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ എനർജി അഥവാ നമ്മുടെ ഊർജം അഥവാ ആത്മാവ് മറ്റൊന്നിലേക്ക് പോകുന്നത്. അപ്പോൾ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ശാരീരിക സുഖത്തിന് വേണ്ടി ഭൗതിക സുഖത്തിന്റെ ആഗ്രഹങ്ങൾ, അപ്പൊ ശാരീരിക സുഖത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് വല്ലാണ്ട് ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന നാശം, അപ്പോൾ ശരീരം നശിക്കുന്നതാണ്.
അപ്പൊ അതുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ, എനിക്ക് അത് വേണം, ആ വീട് വേണം, ആ കാറ് വേണം, അത് ഇങ്ങനെ അങ്ങനെയുള്ള ഭൗതിക സുഖങ്ങളിലേക്ക് ആണ്ട് പൂണ്ടിറങ്ങിയാൽ അവിടെ സർവനാശം സംഭവിക്കും. നമുക്ക് വേണ്ടുന്നത് നമുക്ക് വേണ്ടുന്ന സുഖം എന്ന് പറയുന്നത്, ശരിക്കും സുഖം വേണ്ടുന്നത് മനസ്സിനാണ്. അപ്പൊ മനോസുഖം കിട്ടാൻ നിങ്ങൾ ഈ പറയുന്ന ഒരു ഭൗതിക കാര്യങ്ങൾ പോയാലും അതൊന്നും അവിടെ ശാശ്വതമായ മനഃശാന്തി ലഭിക്കുകയില്ല. ശാശ്വതമായ മനഃശാന്തി, ജീവിത ലക്ഷ്യം സന്തോഷമാണെങ്കിൽ, സമാധാനമാണെങ്കിൽ, ആ സമാധാനത്തെ കണ്ടെത്തുവാൻ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതയിൽ നിർത്തിക്കൊണ്ട്, നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ക്ഷമ പരിശീലിക്കുക, വിദ്വേഷത്തെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും എടുത്തു കളയുക, നമ്മളെ സ്വയം മനസ്സിലാക്കുക. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ ഉൾക്കൊള്ളണം. നജായതേ മ്രിയദേവ കഥാചിത് ന്യായം ഭൂത്വാ ഭവിതാവാനഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതിനൊക്കെ വ്യാഖ്യാനങ്ങൾ എത്ര പറഞ്ഞാൽ തീരില്ല. നജായത, ആരും ഇവിടെ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകാൻ പോകുന്നുമില്ല. എന്താ സംഭവിച്ചത്? മാറ്റങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇതും ശാസ്ത്രമല്ലേ? ഇവിടെ ഊർജം ഉണ്ടാകുന്നുണ്ടോ? ഊർജത്തെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? നശിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് മാറ്റങ്ങൾ? അതല്ലേ സയൻസ്. എനർജിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? അതല്ലേ പറഞ്ഞ ഭഗവത്ഗീത എന്ന് പറയുന്നത് ശാസ്ത്രഗ്രന്ഥമാണ്. മനുഷ്യ മനസ്സിനെ, മനുഷ്യ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഗ്രന്ഥമാണ്. പ്രിയ സജ്ജനങ്ങളെ, നിങ്ങൾ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഭഗവത്ഗീത എന്താണെന്ന് പഠിക്കൂ. ജീവിതത്തെ നിങ്ങൾ ഏറ്റവും സന്തോഷപ്രദമാകൂ, സമാധാനപ്രദമാകൂ. ഐശ്വര്യസമ്പൂർണമായ ജീവിതം, സമാധാനപ്രദമായ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത അത് നിങ്ങൾക്കൊരു വഴികാട്ടിയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഭയങ്കര കുഴപ്പക്കാരനാണ്. പൊളിറ്റിക്സ് ഒക്കെ വന്ന ഭയങ്കര ദേഷ്യമുണ്ടായി. വളരെ ദേഷ്യം കൊണ്ട് ഒരുപാട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ നാശം, ശാരീരികമായ നാശം, സാമൂഹ്യപരമായ നാശം. അതിൽ നിന്നൊക്കെ സംപൂജ്യനായ ഗുരുനാഥന്റെ മുമ്പിൽ പോയത് അന്ന് തൊട്ടാണ് എൻ്റെ മനസ്സിന്റെ ശരിയായ തലം ഞാൻ അതിനെ എന്നുമെന്നും ഈ ഭഗവതുല്യമായിരിക്കുന്ന ആ എൻ്റെ സംപൂജ്യനായ കരുണാല ഗുരുവിനെ എന്നും ഓർമ്മിപ്പിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ എൻ്റെ നാക്കുകൾ, എൻ്റെ ശബ്ദം പോലെ ഇടറും. കാരണം അത് പറയുമ്പോൾ എൻ്റെ ശരീരമെല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ആ ഗുരുവിൻ്റെ അനുഗ്രഹം, ആ ഒരു ആചാര്യൻ്റെ അനുഗ്രഹത്തിൽ കൊണ്ടാണ് മാത്രമാണ് ഇന്ന് ഞാൻ ഇത്തരത്തിൽ നിങ്ങളോട് പറയുന്നത്. അന്ന് പറഞ്ഞ് എനിക്ക് തന്നിരിക്കുന്ന വാക്കാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ആ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ മനുഷ്യന്റെ സനാതനത്തിന് വേണ്ടി നീ പ്രവർത്തിക്കണം എന്ന് ആ ഗുരു തന്ന വാക്ക് ഇന്ന് ജീവിതത്തിൽ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സജ്ജനങ്ങളെ, നിങ്ങളിൽ എല്ലാവരിലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഏകാഗ്രതയുടെയും ക്ഷമയുടെയും ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ പൂർണ്ണമായും സന്തോഷത്താൽ അല്ലെങ്കിൽ സമാധാനത്താൽ പുളകിതമാകട്ടെ. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ ഈ ഭഗവാന്റെ ഈ വാക്കുകൾ പറയുവാനുള്ള അവസരം എനിക്ക് എൻ്റെ പ്രാണന് തന്നതിൽ ഈ സർവശക്തനോട്, എൻ്റെ അഭിനന്ദ ഗുരുനാഥനോടൊക്കെ തന്നെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസം ഉപസംഹരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരാം. നമസ്കാരം, നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.